കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും അനുമോദനം സംഘടിപ്പിച്ചു. മെറിറ്റ് ഡേ 2025 എന്ന പേരിൽ കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ അനുമോദന യോഗം സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, BG ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഭാവിയുടെ പ്രതീക്ഷകൾ എന്നുള്ള നിലയ്ക്ക് തിളങ്ങി വരുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു പതിവ് കേരളത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കുന്ന കുട്ടികളോടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം. അത് പണ്ട് മുതലേ കേരളത്തിനുണ്ട്. കുറേ കാലങ്ങളായിട്ട്, ഒരു 100 കൊല്ലമായിട്ടെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട്. ദുരന്തങ്ങളുണ്ട് അല്ലേ? കേരളം കണ്ടത് കോവിഡ് കേരളം മാത്രമല്ല കണ്ടത്, ലോകം മുഴുവൻ കണ്ടതാണ്. പ്രളയം കേരളം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഈ സമയത്തൊക്കെ നമ്മളുടെ വീടുകളിൽ വന്ന് നമ്മളെ രക്ഷിക്കാനും അതുപോലെ നമ്മളെ സഹായിക്കാനും ഒക്കെ ഓടി വന്നവർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? നമ്മളിങ്ങനെ നനഞ്ഞു കുതിർന്ന് സ്കൂളുകളുടെ കോമ്പൗണ്ടുകളിൽ ദുരിത